ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സെറ്റ് വ്ലോഗ്സ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ദുബായിലുള്ള ഗ്ലോബൽ വില്ലേജിലാണ്. നമ്മൾ ഇന്നിവിടെ ഗ്ലോബൽ വില്ലേജിൻ്റെ കാഴ്ചകൾ കാണാനാണ് ഇന്നിവിടെ വന്നേക്കുന്നത്. ഇവിടെ വന്നപ്പോഴാണ് വേറെ സാധനം കണ്ടത്. എൻ്റെ തൊട്ട് ബാഗിൽ കിടക്കുന്ന വണ്ടിയാണ് നിങ്ങൾ കണ്ടത്. നമ്മുടെ സ്വന്തം ടെസ്ലയാണ് ഗൈസ് ഈ കിടക്കുന്നത്. ടെസ്ലയുടെ ഏത് മോഡലാണെന്നൊന്നും എനിക്കറിയത്തില്ല. സംഭവം ഇത് ടെസ്ലയാണ്. ഇവിടെ വന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് വെച്ചാൽ വണ്ടികളാണ്. ഇവിടുത്തെ വണ്ടികൾ അമ്പോ രക്ഷയില്ലാത്ത വണ്ടികളാണ്. അതാണ്ട് GMC ഇതാ പോണോ, ഇൻഫിനിക്സ് അല്ലേ ഇത്, ഇൻഫിനിറ്റി, റെനോൾട്ട്. ഇവിടുത്തെ വണ്ടികളാണ് ഒരു രക്ഷയില്ലാത്തത്. എൻ്റെ മോനെ രോമാഞ്ചമാണ് ഇവിടെ വണ്ടികളൊന്നും കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ഇതിൻ്റെ ഗ്ലോബൽ വില്ലേജിൻ്റെ വിശേഷങ്ങൾ കാണാൻ പോവാം. ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഇവിടെ റിക്ഷകൾ പാർക്ക് ചെയ്തിട്ടുണ്ടോ. ഒന്ന് അതുകൊണ്ട് അടുത്തത് നമ്മളിങ്ങോട്ട് കയറി വരുമ്പോഴേ നമ്മുടെ അടുത്ത് ചോദിക്കും റിക്ഷ വേണമെന്ന് ചോദിക്കും. എന്താ റിക്ഷ മുമ്പോട്ട് നടക്കാം. ഗൈസ്, ഈ എൻ്റെ ഫ്രണ്ടിൽ കാണുന്നതാണ് നമ്മുടെ ഗ്ലോബൽ വില്ലേജിൻ്റെ എൻട്രൻസ്. ഇത് താണ്ടെ സെക്കൻഡിൽ ഇങ്ങനെ കളർ മാറിക്കൊണ്ടിരിക്കും. ബ്ലൂ ഇങ്ങനെ കളർ മാറി വരും. അടുത്ത കളർ ഇപ്പോൾ വരുവേ. അടുത്ത കളർ ഇതാകുന്ന കളർ ഇങ്ങനെ മാറി അടിച്ചുകൊണ്ടിരിക്കും. നമുക്ക് പയ്യെ ഇതിൻ്റെ അകത്തോട്ട് കയറാം. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കയറി. ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ ഓരോ കൺട്രിയുടെ പ്രധാനപ്പെട്ട ബിൽഡിങ്സ്, അവിടുത്തെ കുറേ കൾച്ചർ, അങ്ങനത്തെ കാര്യങ്ങളതിനകത്തുള്ളത്. അങ്ങനെ ഫസ്റ്റ് എൻട്രൻസിൽ നിന്ന് അകത്തോട്ട് ഇറങ്ങുമ്പോൾ ആദ്യം നിൽക്കുന്നത് ഈജിപ്ഷ്യനാണെന്ന് തോന്നുന്നു. കണ്ട മമ്മിയുടെയൊക്കെ ഇതൊക്കെ ഉള്ളത് അതാണ് ഫസ്റ്റിൽ തന്നെ ഉള്ളത്. പിന്നെ നമുക്കിനി ഇങ്ങനെ മുമ്പോട്ട് നടക്കാം. എല്ലാവരും ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അച്ഛനമ്മ അലീനെ വാശി മുമ്പിൽ പോകുന്നുണ്ട്. ഫുള്ളൊന്ന് കറങ്ങി കണ്ടിട്ട് വരാം. ഇതിൻ്റെ അകത്ത് കയറാൻ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 20 ദിറംസാണ് ഗ്ലോബൽ വില്ലേജിൻ്റെ അകത്ത് ഇറങ്ങി. ഓൺലൈനിൽ 20, അല്ലാണ്ട് എടുക്കുകയാണെങ്കിൽ 25 ദിറംസ്. അപ്പം ചലോ മുമ്പോട്ട് പോവാം. കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ നമ്മുടെ ഈഫൽ ടവറിൻ്റെ കുറഞ്ഞ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേട്ടോ, ഈഫൽ ടവർ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ചൈനീസ് മസാജ്, തായ് ചൈനീസ് മസാജ്. ഇറാഖ് ബസാർ, ഹൗസ് ഓഫ് അവിടെ നിന്ന് പിന്നെ മുമ്പോട്ട് വരുമ്പോൾ എൻ്റെ അടുത്ത തുർക്കിയുടെ പവലിയോ. അടിപൊളി സാധനം, വലിയൊരു കോട്ട മതിൽ പോലത്തെ ഒരു മതിൽ. പിന്നെ ഇത് അടുത്ത വേറൊരു എൻട്രൻസ്. ഇത് എങ്ങോട്ടുള്ളേ? ബാ, അങ്ങനെ പാകിസ്ഥാൻ്റെതും കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ അടുത്തത് നമ്മുടെ സ്വന്തം UAE പവലിയോൺ. ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട കുറച്ച് സംഭവങ്ങളായിരിക്കും. ഇവിടുത്തെ ഡ്രസ്സുകൾ, കൾച്ചർ, അങ്ങനെയൊക്കെ ഉള്ളത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും ഇതിൻ്റെ അകത്തുള്ളത്. പവലിയോൺ കാണിച്ചത് കണ്ട. എൻട്രൻസ് തന്നെ വളരെ കിടിലുണ്ട്. ഡിസംബർ UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ഇത്. അവിടെ എന്തോ പരിപാടി നടക്കുക. നേരെ ഞാൻ കാണുന്ന സ്റ്റേജിൽ എന്തോ പരിപാടി നടക്കുക. വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിലെ കൾച്ചർ അനുസരിച്ച് കഥകളി, നമ്മുടെ കേരളത്തിലെ കഥകളി, ഓട്ടംതുള്ളലി, കഥാപ്രസംഗം, അങ്ങനത്തെയൊക്കെ ഓരോ രാജ്യക്കാരുടേതും കാണൂലേ, അങ്ങനെയുള്ള ഓരോ രാജ്യക്കാരുടെ പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്തോ പരിപാടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അച്ഛൻ പറഞ്ഞു തന്നില്ല. നമുക്കപ്പം ഇതെല്ലാം കണ്ടിട്ട് മുമ്പോട്ട് തന്നെ പോകാം. അടുത്തത് സിറിയയുടെ സെറ്റപ്പാണിത്. ഇതിൻ്റെ അകത്തും ആസ് യൂഷ്വൽ സംഭവങ്ങളാണ്. സിറിയ കണ്ട. സിറിയയുടെ കോട്ട മുതൽ ഇതിൻ്റെ അകത്താണ് സിറിയയുടെ സംഭവങ്ങളൊക്കെ ഉള്ളത്. സിറിയയിൽ കിട്ടുന്ന ഡ്രസ്സുകളും കാര്യങ്ങളും, സ്വീറ്റ്സ്, അവരുടെ കൾച്ചർ എല്ലാം കാണണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കയറണം.
നമുക്കപ്പം മുമ്പോട്ട് തന്നെ പോകാം. ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു മുട്ടൻ സ്റ്റേജിൽ ഒരു കിടിലം പരിപാടി നടക്കുന്നത്. നമുക്കപ്പോൾ എന്താണെന്ന് നോക്കിയിട്ട് വരാം. മെയിൻ സ്റ്റേജ് നമുക്കപ്പോൾ അതെന്താണെന്ന് കണ്ടിട്ട് വരാം. But what is so special about this magical staff of which they speak? Oh, I'm sorry. Magical staff has been hidden for many years and will only reveal itself to one. But never find. They seek me here, they seek me there, they seek me almost everywhere. In the North Quadrant, isn't it? അങ്ങനെ ആ കാർട്ടൂൺ ഷോയും കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് പിന്നെ നടക്കുവാണ്. അടുത്തതായിട്ട് കൊറിയയുടേതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മേളിൽ കൊറിയ എന്ന് എഴുതിയിട്ടുണ്ട്. കൊറിയയുടെ പവലിയോണാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് രസമായിട്ട് അവർ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ കണ്ട സ്റ്റേജ് തോണ്ടേ അവിടെ. സ്റ്റേജ് കഴിഞ്ഞ് തൊട്ടടുത്തുള്ളത് കൊറിയയുടേതാണ്. അടുത്തത് തായ്ലാൻഡിൻ്റെ. അത് കൊറിയയുടെ ഇപ്പുറത്തെ തായ്ലാൻഡ്. ഇത് ഇവിടുത്തെ ഒരു ഗെയിമാണ്. കണ്ട, ഈ ഹോളിലോട്ട് ആ ബോൾ ഇട്ടാൽ ഇത്രയും ഇരിക്കുന്ന പാവകളിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് സമ്മാനം. നോക്കട്ടെ, ഇതിൻ്റെ അകത്ത് അവരാണിപ്പോൾ കളിച്ചോ. ഓ, ഇവിടെ എന്തു വച്ചാ ഇവിടെ വെറൈറ്റി ഒരു സാധനം. ഇത് ആ റിങ് വെച്ച് കോരി എടുക്കണം. എത്രണ്ണം കോരി എടുക്കണമെന്തോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാണ്. അതായത് ഇതിൽ നിന്ന് ഈ താറാവുകളെ കോരുന്നതനുസരിച്ച് ഇതിൽ നിന്ന് നമുക്ക് സമ്മാനം കിട്ടും. അതാണ് പരിപാടി. ആ മോൻ എന്തോ കിട്ടിയിട്ടുണ്ട്. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് കളിച്ചാൽ വലിയ ടെഡിയൊക്കെ സ്വന്തമാക്കാം. ആ പഠിക്കുന്ന വലിയ ടെഡിയൊക്കെ കിട്ടും. അവർക്ക് വലിയ ടെഡി ബിയർ കിട്ടി. ഇപ്പം ഈ നിലവിളി കേട്ടോണ്ടിരിക്കുന്ന അതിൻ്റെ അകത്താണ്. കണ്ട, അയ്യോ ദാ പോണേ. അങ്ങനെ ഇവിടെ അടുത്തത് ബാസ്കറ്റ് ബോൾ എറിഞ്ഞ് പോയിന്റ് കിട്ടിയത്. ഇതേ കണക്കത്തുള്ള പാവകളൊക്കെ കിട്ടുന്നുണ്ട്. വലിയ പാവകൾ മേളിലടിക്കി വെച്ചേക്കുന്നുണ്ട്. പക്ഷെ ബാസ്കറ്റ് ബോൾ അതിൽ എത്ര 5 3 കണ്ട് അതിൽ വീഴ്ത്തണം. ഹൗസ് ഓഫ് ഫിയർ, നമ്മുടെ ബാലരമ കേവ് പോലത്തെ എന്തോ സംഭവമാണ്. ഇതിൻ്റെ അകത്ത് ലൈവായിട്ട് കാണിക്കുന്നുണ്ട്. കയറി പോണവരുടെ വീഡിയോ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. കണ്ടോ, ഫുള്ള് ലൈറ്റിൻ്റെ പരിപാടിയാണ്. കൊള്ളാം കേട്ടോ. സംഭവം അതാ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. ഇതാണ്ട് കാർണിവൽ തറയിൽ വെച്ച് കാണിക്കുന്നുണ്ടോ. വൈദ്യുതി ഇങ്ങനെ ഒഴുക്കിക്കളഞ്ഞ സങ്കടം ഉണ്ടല്ലേ. കത്തിച്ചുള്ള സങ്കടമുണ്ട്. ഇപ്പൊ മണ്ണെണ്ണയ്ക്ക് ലിറ്ററിനെന്താ വില? ഹൗസ് ഓഫ് ഫിയർ. ബാജി, നിനക്കിന്ന് ഞാൻ പാവ മേടിച്ചെന്നിരിക്കും. ബാ. അത് മറ്റേ ചായയാണ്. കുടിക്കാൻ മൂക്കി കൂടെ വായി കൂടെ ഒക്കെ പുക പോണ ചായ. ചായയല്ല, ജ്യൂസ്. ഇവിടെ ഉണ്ട് ഒരു നോക്ക് ഡൗൺ. രണ്ടുപേരെ ഉള്ള അതിൻ്റെ അകത്ത്. അണഞ്ഞ് മരിക്കും. ഒരു പ്രേതം നിന്ന് വലിയും വായിക്കും. നോക്കി അതിൻ്റെ മുഖം കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. ശിവനി
ഇതൊക്കെ ചെറിയ സാധനങ്ങൾ പയ്യെ കറങ്ങും. സ്പീഡിൽ കറങ്ങുമെന്ന് തോന്നി, അറിയത്തില്ല. ഇപ്പം ഇത് പയ്യെ കറങ്ങും. ഈ കാണുന്നതാണ് ജപ്പാൻ്റെ പൗജു. ജപ്പാൻ്റെ മേളിൽ ഒരാളിരിക്കുന്നുണ്ടോ? ജപ്പാൻ്റെ മേളിൽ ജപ്പാൻ. ജപ്പാൻ്റെ അകത്ത് കയറിയല്ലേ? എന്നാൽ നമുക്കൊന്ന് ജപ്പാൻ്റെ അകത്ത് കയറി നോക്കാം. ഞാനിപ്പോൾ നടക്കുന്നത് ജപ്പാനിൽ കൂടെയാണ്. ജപ്പാൻ ജപ്പാനിൽ കിട്ടുന്ന സർവ്വ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും. കണ്ട അവരുടെ കരകൗശല വസ്തുക്കൾ ഇതൊക്കെ ജപ്പാൻ മേഡാണ്. ജപ്പാൻ പാത്രങ്ങൾ, ജപ്പാൻ്റെ ഓരോ ശിലകൾ. ജപ്പാനിലെ മിന്നൽ മുരളി. ജാപ്പനീസ് സ്വീറ്റ്സ്. ജപ്പാനീസ് ഡ്രസ്. ജാപ്പനീസ് അല്ല ജപ്പാൻ. മറ്റേ കാർട്ടൂൺ. ജപ്പാനീസ് സ്വീറ്റ്സിൻ്റെ അടുത്ത സ്റ്റോർ. ജപ്പാനീസ് ആർട്ട്. ഇതേതാച്ചാ? അമേരിക്ക. നമ്മളങ്ങനെ ജപ്പാനിൽ നിന്ന് നടന്ന് അമേരിക്കയിൽ എത്തിയിട്ടുണ്ട്. അമേരിക്കൻ സ്വീറ്റ്സ് അല്ല, മറ്റേ ലേസും സാധനങ്ങളൊക്കെ. നമ്മളിപ്പോൾ നടക്കുന്നത് അമേരിക്കയിൽ കൂടെയാണ്. അമേരിക്ക. കാരക്കേബി. നമുക്കൊന്നും വായിക്കാൻ പറ്റാത്ത പേരുകളൊക്കെയാണ്. ഇതിനാണ് വെറുതെ വായിച്ച ശല്യക്കാര നാഗൂരിങ്ങിച്ചാവുന്നു. അമേരിക്കൻ കൾച്ചർ ഫുള്ള് ഇവിടെ കാണാം. ജപ്പാനിൽ നടന്ന അമേരിക്ക വരെ എന്ത് എളുപ്പം. ഒറ്റ കാലെടുത്ത് വെച്ചാൽ ഇപ്പുറത്ത് ജപ്പാൻ, ഇപ്പുറത്ത് അമേരിക്ക. ഞാൻ എൻ്റെ അപ്പുറത്ത് എന്തോണമെന്ന് നോക്കട്ടെ. കൂളിംഗ് ഗ്ലാസ് വരുന്ന ടീമാണ്. അത് അമേരിക്കയുടേത്. അതാണ് അമേരിക്ക. അമേരിക്ക കഴിഞ്ഞ് ഒരു സ്റ്റെപ്പ് എടുത്ത് ഇപ്പുറത്ത് വെച്ചാൽ യൂറോപ്പ്, അതിൻ്റെ അപ്പുറത്ത് റഷ്യ. കണ്ടോ? പക്ഷേ എനിക്ക് ഇതുവരെ വന്നിട്ട് കണ്ടതിൽ കണ്ണിന് നല്ല കുളിർമയേകിയൊരായിട്ട് ഇതാണ് യൂറോപ്പും റഷ്യയും. നല്ല രസമുണ്ട് കേട്ടോ കാരണം. അതിൻ്റെ അപ്പുറത്ത് ആഫ്രിക്ക എന്തോണെന്ന് തോന്നുന്നു. യൂറോപ്പും റഷ്യയും കിടിലും. കണ്ണ് നല്ല അടിപൊളി, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നമുക്ക് ഇതും കണ്ടിട്ട് മുമ്പോട്ട് പോവാം. എനിക്കിങ്ങനെ അങ്ങോട്ട് ആഫ്രിക്കൻ കണ്ടു കഴിഞ്ഞ് പോയത് അപ്പോൾ ഒരു തോന്നല് ജസ്റ്റ് ഒന്ന് ആഫ്രിക്കക്കകത്ത് എന്താണെന്ന് കാണണം. അങ്ങനെ നമുക്ക് ആഫ്രിക്കക്കകത്തോട്ട് പോകാം. ചലോ ആഫ്രിക്ക. ഞാനങ്ങനെ കണ്ടേ കാലെടുത്ത് വയ്ക്കുന്നത് ദുബായിൽ നിന്ന് ആഫ്രിക്കയിലോട്ട്. ആഫ്രിക്കൻ വില്ലേജ്. ആഫ്രിക്കയിലൊരു വില്ലേജിലോട്ടാണ് നമ്മളിപ്പോൾ പോണത്. ആഫ്രിക്ക. ആഫ്രിക്കൻ ടീ. മൊത്തത്തിൽ ഒരു ആഫ്രിക്കൻ മണമുണ്ട് കേട്ടോ ഇവിടെ. അമ്മയെ കൊണ്ടുപോണു. Need a scrub? Shea butter? Cacao butter? Smell. യോ You need shea butter? നോ താങ്ക്സ്. അയ്യോ അമ്മ ആഫ്രിക്കക്കാർ പിടിച്ചേ. അമ്മ ആഫ്രിക്കക്കാർ പിടിച്ചേ. ഗുഡ് ബൈ ടു ആഫ്രിക്ക. അങ്ങനെ ഞാൻ ആഫ്രിക്കയിൽ നിന്ന് പിന്നെയും കാലെടുത്ത് വെച്ചു ദുബായിലോട്ട്. അടുത്തത് ഖത്തർ. അടുത്തതായി ഖത്തറിൻ്റെ കവാടമാണ്. ഗ്ലോബൽ വില്ലേജ്, അതായത് ഈ ഗ്ലോബിലുള്ള ഒട്ടുമിക്ക കൺട്രികളുടെയും ഒരു വില്ലേജ് ഖത്തർ.
അടുത്ത ഇനി ഇറാൻ. ഖത്തറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇറാൻ. ഞങ്ങൾ തപ്പുന്നത് ഇന്ത്യയുടെയാണ്. ഇന്ത്യയുടെ കറക്റ്റാണോ അല്ലയോ നോക്കണ്ടേ. പോകേണ്ട ബാക്കിലായിട്ടാണ് ഇന്ത്യ. ഇതിൻ്റെ ഖത്തറിൻ്റെ ബാക്കിലായിട്ടാണ് ഇന്ത്യ വരുന്നത്. നമ്മളിപ്പോൾ ദുബായിലുള്ള ഇന്ത്യയിലോട്ട് കയറാൻ പോവുകയാണ്. ഇന്ത്യൻ കൾച്ചർ. നമ്മൾ ഇന്ത്യക്കാരായിട്ട് ദുബായിൽ വന്നിട്ട് ഇന്ത്യൻ കൾച്ചർ കാണാൻ പോവുകയാണ്. കിടക്കാം. അടിപൊളി അടിപൊളി വാട്ടർ ഫ്രണ്ട്. ഇന്ത്യ. ഈ വെള്ളം പോണ നോക്ക്. ഈ വെള്ളം ഇവിടെ നിന്ന് തെറിച്ച് ഇതിൻ്റെ മേളിൽ കൂടെ അപ്പുറത്താണ് പോയി വീഴുന്നത് കേട്ടോ. നമ്മളതിൻ്റെ നടുക്കൂടെ വേണം നടക്കാൻ. ഇന്ത്യ. ഇന്ത്യയുടെ അകത്തോട്ട് വരുമ്പോൾ അവിടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ വലിയൊരു പ്രതിമ വെച്ചിട്ടുണ്ട് കേട്ടോ. ഗോൾഡ് കളറുള്ള വലിയ പ്രതിമ. ഇതിൻ്റെ നടുക്കായിട്ട് അതിൻ്റെ ചുറ്റുമായിട്ടാണ് ഇന്ത്യൻ കൾച്ചർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്താ ബാ, ഇന്ത്യയിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ദുബായിൽ ഇന്ത്യയിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ ഫുള്ള് വളകളൊക്കെ തന്നെയല്ലോ ഇവിടെ. സാരി. ഷാറുഖ് ഖാൻ തായിരിക്കും. കിങ് ഖാൻ, മൈക്കിൾ ജാക്സൺ. നമ്മുടെ തലവരിവിടെ ഉണ്ട്. ഷാറുഖ് ഖാൻ. ഞാനൊരു ഷാറുഖ് ഖാൻ ഫാനാണ്. അങ്ങനെ ഞങ്ങൾ ഇന്ത്യയുടെ എക്സിറ്റ് വഴി പിന്നെയും ദുബായിലോട്ട് കാലെടുത്ത് വയ്ക്കുകയാണ് സുഹൃത്തുക്കളെ. ദുബായ്. കിങ്ഡം ഓഫ് സൗദി അറേബ്യ. അണഞ്ഞ അമ്മ. അടുത്തത് മൊറോക്കോ. മൊറോക്കോയുടെ മുമ്പിലും ഏതോ ഒരു വലിയ ആളുടെ പ്രതിമ വെച്ചിട്ടുണ്ട്. ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മൊറോക്കോയിലെ വലിയ ആളായിരിക്കും. നാട്ടിലെ ബലൂൺ. മൊറോക്കോ, ഈജിപ്റ്റ്. മൊറോക്കോ ആൻഡ് ഈജിപ്റ്റ്. അതിൻ്റെ അകത്തുനിന്നെങ്കിൽ ഇപ്പം അതിൻ്റെ അകത്ത് ഞാൻ പെട്ടുപോയത്. ഈജിപ്റ്റ്. നമ്മൾ ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് കയറി ഇറങ്ങുന്നതേ ഉള്ളൂ. കാര്യം മൊത്തം കയറി കാണാനാണെങ്കിൽ ഇന്ന് രാത്രി വീട്ടിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറുന്നു, നോക്കുന്നു, ഇറങ്ങും. നമുക്ക് കാണണമെന്നുള്ളിടത്ത് മാത്രമേ നമ്മൾ കയറുന്നുള്ളൂ. അങ്ങനെ പുറത്തിറങ്ങുന്നത്. പിന്നെ ദുബായിലോട്ട് കയറും. ഈ കാണുന്നതൊക്കെ മനുഷ്യനായിട്ട് നിർമ്മിച്ച പുഴയും ഒക്കെയാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. കണ്ടോ എന്ത് ഒറിജിനാലിറ്റിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ. അച്ഛൻ പറയുന്നതായിട്ട് ഇത് വെറും മരുഭൂമിയായി കിടന്ന സ്ഥലമായിരുന്നു. വെറും മരുഭൂമിയായി കിടന്നത് ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്ത സ്ഥലമെന്നാണ് പറയുന്നത്. അടിപൊളിയായിട്ട്. അൺബിലീവബിൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ആ വെള്ളം ഇതുണ്ട്. എനിക്ക് ഇത് കണ്ടാൽ പറയൂ. ഇത് മാൻ മെയ്ഡ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല. എൻ്റെ പൊന്നെ, അമ്മാതിരി ഒറിജിനാലിറ്റി. വെള്ളം വരാം. ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. കുവൈറ്റ്. ലാസ്റ്റത്തെ പൗലിൽ കുവൈറ്റ്. അതുപോലെ മറ്റേ ബോട്ടിൻ്റെ ഷേപ്പിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ബോട്ടിൻ്റെ ഷേപ്പിലാണ്. അങ്ങനെ കഴിച്ചാണ്ട് ഇവിടെ നമ്മുടെ ഗ്ലോബൽ വില്ലേജ് മൊത്തവും നടന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഭൂമിയിലുള്ള ഏകദേശത്തോളമുള്ള എല്ലാ കൺട്രികളുടെ കൾച്ചറും കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടെ ഇന്ത്യയാണ്. കാര്യം ഇന്ത്യയുടെ എൻട്രൻസ് മാരകമായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. വെള്ളമൊക്കെ ഇങ്ങനെ ചാടിപ്പോണ സെറ്റപ്പും അങ്ങനെ കിടിലൊക്കെയായിരുന്നു വെച്ചിരുന്നത്. വർഷാവസാനം ഇതിനുള്ള സമ്മാനം കൊടുക്കും. ഏറ്റവും കിടിലം പൗരനെ ഏതാ വെച്ചാൽ സമ്മാനം കൊടുക്കും. ഇന്ത്യക്ക് 3-4 തവണ സമ്മാനം കിട്ടിയിട്ടുണ്ട് ബെസ്റ്റായിട്ടുള്ളതിന്. പിന്നെ എന്താ അച്ഛൻ പറയുന്നത്, ഇവിടെ മോഹൻലാലിൻ്റെ എന്തോ സ്റ്റേജ് ഷോയൊക്കെ ഉണ്ടായിരുന്നുണ്ട് പണ്ട്. അന്ന് ഇവിടെ ജനലക്ഷങ്ങളായിരുന്നു. ഇഷ്ടം പോലെ മലയാളികളൊന്നും നിറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും എനിക്ക് ദുബായിൽ വന്നിട്ട് അടുത്ത് ഇഷ്ടപ്പെട്ടൊരു സ്ഥലം ഇതിനാണ്, ഗ്ലോബൽ വില്ലേജ്. ഇനിയും ഇവിടെ ഭാവിയിൽ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഇവിടെ വരുന്നതായിരിക്കും ഉറപ്പായിട്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട്. സംഭവം എന്തായാലും കൊള്ളാം. ഒരു നൈസർ ഐഡിയ. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ രാജ്യത്തെയും കൾച്ചറും കാര്യങ്ങളും എല്ലാം അറിയാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത.
പിന്നെ ഇവിടെ ഫുള്ള് ക്ലീനാണ് നീറ്റാണെന്ന് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇത് വെറും മരുഭൂമിയായി കിടന്ന സ്ഥലമെന്നാണ് അച്ഛൻ പറഞ്ഞത്. വെറും മരുഭൂമിയായി കിടന്ന സ്ഥലം ഇതേ കണക്ക് സെറ്റ് ചെയ്തെടുത്ത് ഇതേ കണക്ക് ആൾക്കാർക്ക് വേണ്ടി ഓപ്പൺ ആക്കി കൊടുത്ത ദുബായ് ഗവൺമെൻറ് സമ്മതിച്ചേ പറ്റുള്ളൂ. ഇവിടെ ഫുള്ള് ദുബായിലും അത് തന്നെയാണ്. വെറുതെ കിടക്കുന്ന ഒരു സ്ഥലം നമുക്ക് കാണാൻ പറ്റില്ല. അവിടെ എന്തെങ്കിലും ഒരു സംഭവം കാണും. അതാണ് ദുബായിയുടെ പ്രത്യേകത. എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇനിയും ഇതുപോലുള്ള കിടിലൻ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ കിരൺ ഫ്രം സെറ്റ് വ്ളോഗ്സ്. ബൈ.